തലമുറകൾ ദുരന്തത്തിലേക്ക് പോകാൻ തുടങ്ങി. തലമുറകള് ദുരന്തത്തിലേക്ക് പോകാൻ തുടങ്ങി. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇൻസ്റ്റഗ്രാം എനിക്കൊണ്ട് ഇഷ്ടം, എല്ലാവർക്കും ഉണ്ട് കുട്ടികൾക്ക്. പക്ഷേ മഹാദുരന്തമാണ് കേട്ടോ, മഹാദുരന്തമാണ്. കാരണം അടുക്കളയിൽ നിന്ന് ഉമ്മ ഓൾ എന്തെടുക്കുക എന്ന് പറഞ്ഞ് നോക്കിയിട്ട് 4 സ്റ്റെപ്പ് നടന്നു വരുന്ന സമയത്തിന് മോൾക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. വീണ്ടും ഉമ്മ അടുക്കളയിൽ പോയി ദോശയ്ക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് വീണ്ടും അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് ഇതിന്റെ ദുരന്തം. ഫലം എന്താ? 17,000-ഓളം കുട്ടികളാ ഈ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് 17,000-ഓളം കുട്ടികളെ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് വീട്ടിൽ നിന്ന്. കേരള പോലീസ് ആക്ട് പ്രകാരം മിസ്സിങ്ങിന് കേസെടുത്ത് അന്വേഷിച്ച് കുറെ പേരെ കിട്ടാത്തതുമുണ്ടെന്ന് 1,400-ഓളം കുട്ടികൾ, പ്രായം തികയാത്ത കുട്ടികൾ, ബാലസംരക്ഷണ അവകാശത്തിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയണേ. 2,750 കുഞ്ഞുങ്ങള് കഴിഞ്ഞ ടാറ്റ സെൻസസ് 2,878 കുട്ടികൾ ഇങ്ങനെ ഒരു കയറിന് തുമ്പത്ത് തൂങ്ങിക്കിടന്നു ഈ നാട്ടില്. ആരോ ഉത്തരവാദി? ഇവൻ കാരണം. ഈ മഹാകേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബ കോടതികൾ, വരാന്തകളിൽ കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം നടന്നതിന് പിമ്പിൽ ഇവനൊരു പങ്കുണ്ട്. എന്നാലോ ഇതിൽ പറയുന്ന 128ഓളം വരുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷനകത്ത് മൊത്തം മെറ്റയുടെ അണ്ടറിൽ വരുന്ന ഈ ഗൂഗിൾ വരുന്ന ഫേസ്ബുക്കും ട്വിറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഇൻസ്റ്റയും എല്ലാം പറയുന്ന എന്താ? സമൂഹത്തോട്, നമ്മളോട് എന്താ പറയുന്നത്? എന്താ? ഒന്നും നിങ്ങൾക്ക് സുരക്ഷിതം നൽകാൻ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയപ്പെടുന്നുണ്ട്. 18ഓളം ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിക്കൊണ്ട് നമ്മളെല്ലാം എഗ്രി ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ, നമ്മളൊരു ആപ്പ് നമ്മുടെ പേരിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒന്നും സുരക്ഷിതമല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഡാറ്റാസും ഞങ്ങൾക്ക് കൈവശം വെക്കാൻ, ഞങ്ങൾക്ക് സുരക്ഷ തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഒരുപക്ഷെ അത് മറ്റുള്ള ഒരു സൈബർ ഫ്രോഡുകളോ സൈബർ ഒരു എത്തിക്സിലേക്കോ അത് വഴിമാറ്റപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ചില മൊബൈൽ കമ്പനികളൊക്കെ എഴുതി വെച്ച് കണ്ടിട്ടുണ്ടോ? മൊബൈൽ ഫോൺ അടുത്തിരുന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന്. നിങ്ങൾക്ക് അടുത്തിരുന്നിട്ട് സർവീസ് ചെയ്യുന്നത് കാണാമെന്ന്. എന്തിനാ നിങ്ങൾ അടുത്ത് പോയിരിക്കണേ? എന്തിനാണ് നിങ്ങളുടെ മൊബൈൽ ഒരാൾ സർവീസ് ചെയ്യുമ്പോ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കണം? എന്തിനാ? നിങ്ങൾ കള്ളനായതുകൊണ്ടല്ലേ? നിങ്ങളെ കാണാത്തതും കേൾക്കാത്തതും സൂക്ഷിച്ചത് കൊണ്ടല്ലേ? നിങ്ങൾ സത്യസന്ധനും നിങ്ങൾ ഒരു ദീനി ഇസ്ലാം ആണെങ്കിൽ, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ പേടിക്കണം? എന്തിനാ? എന്തേ നിങ്ങളുടെ മൊബൈൽ ഫോൺ കൊടുക്കാതെ 12ഓളം മൊബൈൽ ഫോൺ വീട്ടിൽ കൊടുക്കാതെ അടുക്കി വെച്ചേക്കുന്ന? എന്തിനാ? അരുതാത്തതൊന്നും ഇതിൽ പാടില്ല എന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട്. 16 വയസ്സ് തോന്നിയ പ്രണയമാണ് കുട്ടിക്ക്. അവനോട് 10ാം ക്ലാസ്സിൽ 14 വയസ്സ് പ്രണയം തോന്നി ഒരു ചക്കനോട്, ഒരു പെൺകുട്ടിക്ക് 10ാം തരത്തിൽ. അങ്ങനെ പ്രണയിച്ചു, ഹായ് ഹോയ് പറഞ്ഞു, അവനും ഹായ് ഹോയ് പറഞ്ഞു. അങ്ങനെ സ്വപ്നങ്ങളെ ഇങ്ങനെ പൂവണിയിച്ച് അങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ കൊണ്ട് നടന്ന് അങ്ങനെ ഒരു 16-17 വയസ്സൊക്കെ ആയി ഓരോന്നും പറയാൻ തുടങ്ങിയടി. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനല്ലേ നിന്നെ കാണേണ്ടത്, എനിക്ക് നിന്നെ കാണണം, വിളിക്കണം, പൊന്നെ മുത്തേ ചക്കരെ മാനെ തേനെ എന്ന് പറഞ്ഞു. ഇവളും പറഞ്ഞു അങ്ങോട്ട്, ആനോ ചക്കരെ മാനെ തേനെ ഓടാ ഹൂടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ടൊന്നും ആരും ഇല്ലാത്ത ദിവസം അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം മുത്തേ പൊന്നാരെ ചക്കരെ, ഞാനല്ലേ എന്നെ കാണേണ്ടത്, ഞാനല്ലേ മഹർ തന്ന് കൊണ്ടുപോകേണ്ടത്, പിന്നെ ആരാ കാണുക ഞാനല്ലാതെ. അപ്പൊ അവള് പറഞ്ഞോളൂ കൂട്ടുകാരോട് ഒരേ എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. എടി എന്ന് കണ്ടളേ, വിളിച്ചളാ, പാവല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ആരും ഇല്ലാത്ത സമയം പേടിച്ചൊരു വീഡിയോ കോളൊക്കെ ചെയ്തു. അപ്പൊ ചെയ്തപ്പോ മുത്തേ അല്ലേ, മുത്തേ ഹിന്ദി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളികളെല്ലാം കാര്യങ്ങളൊക്കെ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഈ വിളികൾക്ക് കുറെ ശക്തിയെ കിട്ടാൻ തുടങ്ങി. അല്ല, മനോഹരമായ പദസമ്പത്തുണ്ട് അവന്റെ കയ്യിൽ. ആ മനോഹര പദസമ്പത്ത് ഇങ്ങോട്ട് ഇട്ട് തന്നപ്പം എന്തായി? അരുതാത്തത് പലതും അവന്റെ നയനസുഖത്തിനായി അയച്ചു കൊടുത്തു. ശരീരത്തിന്റെ പല പ്രൈവറ്റ് പാർട്സുകളും അവൻ അയച്ചു കൊടുത്തു, അവന്റെ നയനസുഖത്തിനായി അയച്ചു കൊടുത്തു. ആ സമയത്ത് ഒരു ബോധവും വന്നില്ല. 14 വയസ്സരിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കണ ആ വേട്ടാവളിയിലും ബോധമില്ലായിരുന്നു. ഇത് 14 വയസ്സ് 15 താഴെയുള്ളതാണ്. അങ്ങനെ വാങ്ങാൻ തുടങ്ങി, സൂക്ഷിച്ചു, കൈവശം വെച്ചു, ആനന്ദിച്ചു. ദിവസങ്ങൾ എങ്ങനെ പോയി. അവന് 17, 18, 21 വയസ്സായി. ഇവിടെയും 18 കഴിഞ്ഞ് 19 ഇവള് കോളേജ് പഠിക്കാൻ തുടങ്ങി. വിവരം വന്നു, അക്കാഡമി സർവകലാശാല പഠനമൊക്കെ തുടങ്ങിയപ്പം നമ്മൾ ആദ്യം പറഞ്ഞ നമ്മളെ പ്രാണനാഥനെ, വേണമെങ്കിൽ പേരും കൊടുത്തു, ടുട്ടുവിനെ അറസ്റ്റ് ചെയ്തു പോലീസ്. എന്തിനാ ടുട്ടുവിനെ അറസ്റ്റ് ചെയ്തത്? 8 ഗ്രാം MDMA കൈവശം വെച്ചതിന് ടുട്ടുവും സംഘവും അറസ്റ്റിൽ. നല്ല ഫോട്ടോയാണ് ടുട്ടുവിന്റെ. കലിച്ചക്കോത്തെ മുള്ളംപൊടിയെ മൊത്തം ടുട്ടു ഇങ്ങനെ സ്റ്റേഷനിലത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
ഇങ്ങനെ. അപ്പോ ടുട്ടുവിന്റെ വാർത്ത കണ്ട് അവളാകെ മോകാലിസപ്പെട്ട് നിലത്ത് വീണു. എന്നാലും എന്നോട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. തിരിച്ചറിഞ്ഞപ്പം അവൾ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അവൻ അതിമനോഹരമായ രീതിയിൽ അവൻ അതിനെ ഓവർകം ചെയ്തു. കാര്യം എന്താ? ആരും കാണരുതെന്ന് വിചാരിച്ച പലതും അവൻ കാണാൻ വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കാനുള്ള പദസമ്പത്ത് അവന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവൻ അതിനെ ഓവർകം ചെയ്യൂലേ? ചെയ്തു, വിശ്വസിച്ചു. വീണ്ടും പ്രണയം ഒന്നും കൂടെ അരക്കിട്ടുറപ്പിച്ചു. അങ്ങനെ നമ്മുടെ കുഞ്ഞിന്, നമ്മുടെ കുട്ടിക്ക് എത്രയായി? 20 വയസ്സായി. ഓന് 24 വയസ്സായി. വീണ്ടും ഒരു അടിപിടിയിൽ നമ്മൾ ടുട്ടുവിനെയും സംഘത്തിനെയും അറസ്റ്റ് ചെയ്തു. കൊല്ലം സിയും സംഘവും ടുട്ടുവിനെയും സംഘത്തിനെയും അറസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും മനസ്സിലായി അവക്ക് ഇവനൊരു തികഞ്ഞ ഒരു ആന്റി സോഷ്യലായ ആളാണ്, അടുക്കാൻ പാടില്ല മനസ്സിലായി. അങ്ങനെ ഒന്ന് അകലാൻ തുടങ്ങി. അങ്ങനെ ബോധ്യം ഒന്ന് വഴിതിരിഞ്ഞു നടന്നു, വിട്ടില്ല. 1860 കുട്ടികളുടെ മുഖങ്ങളെ ആസ്വദിച്ചൊഴിച്ച് വികൃതമാക്കി. പ്രണയം നിരസിച്ചതിന്റെ ഭാഗമായി, നിരസിച്ചതല്ല, അവന്റെ ചെയ്തി മൂലം തിരിച്ചറിവ് വന്നപ്പോ അവളൊന്ന് വഴിമാറി നടന്നു. പക്ഷേ അവൻ വിട്ടില്ല. കാര്യം എന്താ? അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. എന്താ സാധനം? അവന്റെ കയ്യിൽ എന്താ? ഇഷ്ടം പോലെ ഫോണല്ലടാ. ആരാ പറഞ്ഞ ഫോൺ? ഞാൻ കുത്തുവെച്ചേരും പറഞ്ഞേക്കാം. അപ്പൊ അവന്റെ കയ്യിൽ ഈ കുഞ്ഞിന്റെ അരുതാത്തത് പലതും കയ്യിലുണ്ട്. അവളുടെ ചിത്രങ്ങൾ, വീഡിയോകൾ, യാത്രകൾ, സ്വീറ്റ്സ് കഴിക്കുന്നു, മുട്ടായി കഴിക്കുന്നതും പിന്നെ അങ്ങനെ പലതും ഉണ്ട്. അത് വെച്ച് അവൻ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇൻസ്റ്റേ പോസ്റ്റ് ചെയ്യും, ജില്ല എനിക്ക് പറ്റൂല, ജന്നെ കോലത്തിലാക്കിയത്, എന്തെനിക്ക് വിളിച്ചാൽ വന്നാൽ നാളെ ഞാൻ അങ്ങോട്ട് വരണം, അവിടെ കാണണം എന്ന് പറഞ്ഞ് തൊന്തറ കഴിഞ്ഞോ ജീവിക്കാൻ പറ്റാതെ, ഒരു നിമിഷം ഒന്ന് കിടന്നുറങ്ങാൻ പറ്റാതെ, മാനസിക വൈകാര്യ പിരിമുറുക്കത്തിൽ ഊണാതെ ഉറങ്ങാതെ ഡിപ്രഷനായി ഒരുപാട് കുഞ്ഞുങ്ങൾ ജീവിതം അവസാനിപ്പിച്ചു. ഒരുപാട് കുഞ്ഞുങ്ങൾ ഇനി എന്തെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു. ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെയൊക്കെ കയറി എങ്ങനെ മരിക്കാമെന്ന് അന്വേഷിച്ചു കുറെ കുഞ്ഞുങ്ങളും. ഇങ്ങനെ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഈ സാക്ഷര കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ഒരു കോളേജ് വരെയുള്ള ലൈഫിൽ ഒരു എതിർ ലിംഗത്തിനോട് തോന്നുന്നത് ഒരിക്കലും പ്രണയമല്ല, ഒരിക്കലും തുണയെ അന്വേഷിക്കലുമല്ല. ഇണയെ അന്വേഷിച്ചു പോകുന്ന കൗമാരത്തിന്റെ ഒരു ചെറിയ ഹോർമോൺ ചേഞ്ച് ആണെന്ന് അവരുടെ ഭാഷയിൽ, അവരുടെ ചിന്തയിൽ, അവരുടെ സാഹചര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ രക്ഷപ്പെട്ടു. ഉപദേശവും അടി പിടി വഴക്ക് മൊബൈൽ മാറ്റിയേക്ക് നടക്കൂല. കാരണം എന്താ? ശാരീരികമായിട്ടുണ്ടാകുന്ന ചിന്തകളും മാനസികരമുണ്ടായിട്ടുള്ള ചിന്തകളും ഹോർമോണിന്റെ വ്യതിയാനവും കൗമാരങ്ങളെ, യുവത്വങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചില തിരിച്ചറിവില്ലാത്ത തിന്മയിലേക്കായിരിക്കും. അവിടെ ചിലപ്പോൾ മതപരമായ ഭൗതികങ്ങളും കൂടെ കൂടുതൽ കൊടുത്താലും ഒരുപക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയതൊന്നും വരത്തൊന്നുമില്ല. കൃത്യമായിട്ടുള്ള ഒരു നോളജ് അവരിലേക്ക് എത്തണം. അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ പ്രണയിക്കണം എന്നൊക്കെ ഞാൻ പറയും, എവിടെയാ പ്രണയിക്കേണ്ടത്, എവിടെയാ പ്രണയിക്കേണ്ടത്? അവക്ക് ഒരു പാടിപ്പാവാട വാങ്ങാനുള്ള പൈസ ഉണ്ടാകണം കയ്യിൽ. ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ ഒരു 50,000 റുപ്യ എടുക്കാൻ കയ്യിലുണ്ടായാൽ മാത്രമേ പ്രണയിക്കുന്നു പാടുള്ളൂ ഞാൻ പറയുക. അതിന് തൊഴിൽ വേണം, സാമൂഹികപരമായിട്ടുണ്ടാകുന്ന നമ്മളുടെ ഒരു ബലമുണ്ടാകണം, നമ്മുടെ ചില മതപരമായിട്ടുണ്ടാകുന്ന സപ്പോർട്ട് ഉണ്ടാവണം. അത് ഈ വീട്ടിൽ നിന്ന് അമ്മയ്ക്കും ഉമ്മയ്ക്കുമല്ല, അമ്മ വീട്ടിൽ പോകാൻ പറ്റണം. അവിടെ പോയി ഓതെടുത്തൊരു സുബഹി നിസ്കാരം നിസ്കരിക്കാൻ പറ്റണം സന്തോഷമായിട്ട് ആ വീട്ടിൽ പോയിട്ട്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് വേണമെങ്കിൽ ഒരു ചെയ്തോ, എപ്പോഴാ ഒരു 10 രൂപയൊക്കെ ആയിക്കോട്ടെ, എന്നിട്ട് അപ്പോടെ വിവരമുണ്ടാകണം, തൊഴിൽ വേണം. ആ പ്രണയത്തിന്റെ പേരാണ് ഇണയെ അന്വേഷിക്കലല്ല, തുണയെ അന്വേഷിക്കല. ഒരു തുണ വേണം, അതിനന്വേഷിക്കല. അതിനു മുമ്പെല്ലാം ഇണയെ അന്വേഷിക്കില്ല. ആ ഇണയെ അന്വേഷിക്കുന്നത് കൊണ്ടാണ് പ്രണയ ജീവിതങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോ അതവിടെ നിൽക്കണം. ഇനി വീണ്ടും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ചാടുകയാണ്. ഈ നാട് നേരിടുന്ന 2 ദുരന്തം പറഞ്ഞു. ഒന്ന് സൈബർ അഡിക്ഷൻ, മറ്റൊന്ന് ഡ്രഗ് അഡിക്ഷൻ. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ FIR എടുത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ അതിനകത്ത് എല്ലാത്തിലും ഒരു 50% FIRകൾക്കകത്തും ഒരു സൈബർ അലൈൻമെന്റ് ഉള്ള ഒരു ഭാഗം കാണാൻ പറ്റും. ഒരു 50%കത്തും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തം കാണാൻ പറ്റും. എന്താ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തം? 5 വയസ്സുള്ള കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊന്നവന്റെ പിന്നെ ലഹരിയുണ്ട്. 54 വയസ്സുള്ള അമ്മയുടെ ഉദരത്തിൽ കത്തിയതിന്റെ പിന്നെ ലഹരിയുണ്ട്. 26,750 FIR രജിസ്റ്ററിനകത്ത് ലഹരിയുടെ സാന്നിധ്യമുണ്ട്.
ഇതെല്ലാം ലഹരി സാന്നിധ്യമുണ്ട്. സൈബർ അലൈൻമെന്റ് ഇഷ്ടമോ നടക്കുന്നു. മൊബൈൽ വാലറ്റുകൾ, മൊബൈൽ തട്ടികൾ, ഇന്റർനെറ്റ് ബാങ്കിങ്ങുകളായിട്ട് നമ്മളുടെ അകത്ത് ബ്ലെയിം ചെയ്യുന്നു, നമ്മളെ സൈബർ ഹള്ള് ചെയ്യുന്നു. എല്ലാം ഈ പറയുന്ന സൈബർ ഭാഗങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. പ്രബുദ്ധ കേരളം ഒരു ഫോൺ മെസ്സേജിലൂടെ ഹർത്താൽ നടത്തിയ സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകളിലും ഹർത്താൽ നടന്നു. അങ്ങനെ ഒരു ഫോൺ മെസ്സേജിലൂടെ വംശീയ ലഹളകളെ, വർഗീയ ലഹളകളെ ഇളക്കി വിടാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇതെന്ന് പറയപ്പെടുന്നത് എല്ലാ മേഖലകളിലും ഇത് സൂക്ഷിച്ച നല്ലവനാ. സൂക്ഷിച്ചാൽ ഞാൻ ചിലപ്പോഴൊക്കെ ചില കുട്ടികളൊക്കെ വരുമ്പോൾ രസകരം വരെ അവരോട് നല്ല സൗഹൃദം ഉണ്ടാക്കി അവരെ കൂടെ ഒന്നുകൊണ്ട് അവരുടെ മൊബൈലിനകത്ത് ഞാൻ അറിയപ്പെടുന്ന എത്തിക്കൽ ഹാക്കർ കൂടെയാണ് കേട്ടോ. 9497934303 എൻ്റെ ഫോൺ നമ്പർ. ഒരു ഹായ് ഇപ്പം പറഞ്ഞാൽ ഹായ് പറഞ്ഞ ആളുടെ മൊബൈലിനകത്ത് വന്ന ലാസ്റ്റ് വന്ന മെസ്സേജ് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. 9497934303 വാട്സപ്പ് നമ്പറാണ്. ഹായ് പറഞ്ഞോളൂ. ഈ ക്ലാസ് തരുന്ന മുൻപ് നിങ്ങളുടെ മൊബൈലിനകത്ത് അവസാനം അയച്ചിരിക്കുന്ന മെസ്സേജ് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന കോളും പറഞ്ഞു തരാം ലാസ്റ്റ് ഇവിടുന്ന് തന്നെ. അപ്പോ വെറുതെ രസത്തിന് വേണ്ടി തുടങ്ങിയതാ കേട്ടോ. ആരുടെയും സ്വസ്ഥതയ്ക്കോ ആരുടെയും സമാധാനക്കേടിനോ പഠിച്ചതല്ല എത്തിക്കൽ ഹാക്കിങ്. സ്വന്തമായി എത്തിക്കലൊക്കെ പഠിച്ച ഒരുപാട് ഉപകാരം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. പല സങ്കടങ്ങൾ നിൽക്കുന്ന ചില കുടുംബങ്ങളൊക്കെ ഉണ്ടോ, എത്രമേൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ സംസാരിച്ചിട്ടും ഒരുപക്ഷെ രണ്ടുപേര് സംസാരിക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെയായിരിക്കും. ഒരാൾ ഇങ്ങനെയായിരിക്കും, ഈ നിൽക്കുന്ന ആൾ തെറ്റ് ചെയ്യാത്തവരാന്ന് പറഞ്ഞ് ഈ തെറ്റ് ചെയ്തവളെ ഇവിടെ നിർത്തുന്ന പലപ്പോഴും സൗഹൃദങ്ങളിലും സംഭാഷണങ്ങളിലും എല്ലാം ഇവൻ ഇവിടെയായിരിക്കും, ഇവൾ ഇവിടെയായിരിക്കും. അപ്പൊ ചില കാര്യങ്ങൾ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് ഇയാളെ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇയാളെ കാര്യം ഇങ്ങനെയാന്ന് ഇയാളോട് മാത്രം പറഞ്ഞ അയാളുടെ ഈ നിർത്ത് നേരെ ഇങ്ങോട്ട് വരും. അപ്പൊ രണ്ടുപേരും ഒന്നാകാൻ എളുപ്പമാണ്. അതിൽ എത്തിക്കൽ ഹാക്കിങ് ഞാൻ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട് 140 കുടുംബങ്ങളിൽ. അപ്പൊ പറയും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും. അതിൽ ഇവിടെ അങ്ങനെയാ കേട്ടോ, ഇവിടെ അങ്ങനെയാണേ. ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും, ഭാര്യ ഇങ്ങനെ നിൽക്കും, ഭർത്താവ് ഇവിടെ നിൽക്കും. അപ്പൊ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ പറയും. അത് നേരെ ഒന്നായിക്കോളും, സന്തോഷമായിക്കോളും. അപ്പോ പറഞ്ഞു വരുന്നത് സമസ്ത മേഖലകളിൽ ദുരന്തം നടക്കുന്നുണ്ട്. ഈ ദുരന്തത്തെ എങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ നമ്മൾ അതിജീവിക്കാൻ എങ്ങനെയാണ് നമുക്ക് പറ്റും? ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ നാട് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിക്കൽ ഈ ശേരിയിലെ ഈ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പള്ളിക്കശ്ശേരിക്കൽ എന്ന് പറയുന്ന ഈ ദേശം, ശാസ്താംകോട്ട അടക്കുന്ന ദേശത്തിനകത്ത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മഹലിന് എന്ത് ചെയ്യാൻ പറ്റും, ഇനി എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് കാൻ ബി ഡൺ നൗ, ഇനി എന്ത് ചെയ്യാൻ പറ്റും ഒരു ചോദ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഭർത്താക്കന്മാർക്ക് ഏതെങ്കിലും കച്ചവടമുണ്ടെങ്കിൽ ആ ചെയ്യുന്ന ഭർത്താക്കന്മാർ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കച്ചവടം ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് എവിടെയെങ്കിലും സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരാണ് ഈ മീഡിയ വർക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മീഡിയ സാന്നിധ്യപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, നമ്മളുടെ ഏതെങ്കിലും ഭർത്താവോ സഹോദരനോ ഇല്ലെങ്കിൽ സ്വന്തത്തിലോ ഉറ്റവരോ ഉടയവരിലോ ആരെങ്കിലും കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സിഗരറ്റ് ഉൽപ്പന്നങ്ങളോ ബീഡികളോ ആൻസോ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരുണ്ടോ ഇല്ലയോ? അങ്ങനെ വിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിൽക്കുന്ന സമയത്തോ ഏതെങ്കിലും ദൂരദേശത്തുള്ള മഹല്ലെന്നാണ്ട് ചെറുക്കൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ അവിടുത്തെ കത്തീബിനെ ഉസ്താദിനെ വിളിച്ച് ചോദിക്കരുത്, എന്ത് ചക്കൻ വലിക്കോ കുടിക്കോ എന്ന് ചോദിക്കരുത് കേട്ടോ. കെട്ടിച്ചു കൊടുത്തേക്കണം. കാര്യം എന്താ, നമ്മൾ വിൽക്കുന്ന ആളല്ലേ, നമ്മൾ സിഗരറ്റ് വിൽക്കുന്ന ആളല്ലേ, സിഗരറ്റ് വിൽക്കണ വരുമ്പം വന്നോട്ടെ. അപ്പൊ അങ്ങനെ ചിന്താഗതി നമ്മൾ ഉണ്ടാകണമേ എന്ന് എൻ്റെ അപേക്ഷയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് പരിശുദ്ധ ഖുർആനകത്ത് ഈ പറയുന്ന ഹദീസും ആയത്തിനകത്തൊക്കെ പ്രവാചക സന്ദേശങ്ങളിലോ എവിടെയെങ്കിലും ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ ഒരു ഇസ്ലാമിന് അനുമതി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ എല്ലാവരും ഉത്തരം പറയുക. പക്ഷെ പിന്നീട് എന്തേ നമ്മുടെ സഹോദരന്മാർ ഇത് വിൽക്കുന്നു? ആ സഹോദരൻ വിശ്വാസിയല്ലേ? വിശ്വാസിയാണ്, പേരിൽ വിശ്വാസി, പേരിൽ ഒരു ഇസ്ലാം മത വിശ്വാസി, പക്ഷെ കർമ്മത്തിൽ വിശ്വാസിയല്ല അവൻ. ഞാൻ ഫിലിപ്പ് മുമ്പാട് എന്ന് പറയുന്ന പോലീസുകാരൻ ക്രിസ്ത്യാനിയുടെ ലേബലിൽ ജീവിക്കുന്നവൻ, പക്ഷേ ക്രിസ്തുവിന് ഹനിക്കപ്പെടുന്ന ചിന്താഗതികളെ കൊണ്ടു നടക്കുന്നവനാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ല. ഇതെല്ലാം നമുക്കറിയാം, പലപ്പോഴും അറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ പലതും മറന്നു പോകുന്നുണ്ട്. പെരുന്നമണ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഈ ഹാൻഡ്സ് പിടിച്ചിട്ട് കോട്ട് പാക്ട് ഹാൻഡ്സ് പിടിച്ചിട്ട് നാളെ 5 പ്രാവശ്യം പിടിച്ച ആൾ 6ാമത്തെ പ്രാവശ്യം വന്നിരിക്കുക. ഞാൻ നിങ്ങൾ ചോദിച്ചു അൻഷിതയുടെ കഥ അറിയോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. എന്നാ ചോദിച്ചാൽ 5 പ്രാവശ്യം നിങ്ങളുടെ വന്നിട്ടില്ലേ? ഉണ്ട് സാറേ, ഒന്ന് പെട്ടെന്ന് സ്പീഡാക്കി തരും സാറേ പ്ലീസ്. ആ പീടിയിലവിടെ വേറെ ആളെത്തി വന്നേക്കാം. നല്ല കച്ചവടം നടക്കുന്ന ആളാണ്, പെരുന്നമണ അങ്ങാടിയിലാണ്, മാർക്കറ്റിലാണ്, നല്ല കച്ചവടം നടക്കുന്നുണ്ട്, വലിയ സമ്പത്തുള്ള ആളാണ്, പെട്ടെന്നൊന്ന് വിടൂ സാറേ, ഇതാ ഐഡന്റി കാർഡ് ഇതാ എന്ന് പറഞ്ഞ് എടുത്തു തരാം, ഒപ്പിടാൻ കൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് 41 നോട്ടീസ് ഒപ്പിടട്ടെ പെട്ടെന്ന് പറയാണ് ഒപ്പിട്ട് പോകാൻ. 500 ഫൈനുള്ളൂ കോട്ട് പാക്ട് പ്രകാരം. വെറും 500 രൂപ, 3 രൂപയുള്ള ഒരു പാക്ക് ആൻസിന്റെ വില. പക്ഷെ ഒക്കെ കുറച്ച്
3 രൂപയുള്ളൂ. ഹാൻസിന്റെ വില 3 രൂപയുള്ളൂ ഒരു പാക്കിന്. ഹോൾസെയിൽ റേറ്റ് വിൽക്കണത് 50 രൂപയ്ക്കാണ്. എത്ര ലാഭം കിട്ടി മക്കളെ? 3 റുപ്യക്ക് സാധനം വാങ്ങി 50 റുപ്യക്ക് വിറ്റു, 47 റുപ്യ ലാഭം കിട്ടി ഒരു പാക്കിൽ അല്ലേ? 10 വിറ്റ് എത്ര റുപ്യായി? 10 വിറ്റ് എത്ര റുപ്യ കിട്ടും ലാഭം? 470 രൂപ കിട്ടും അല്ലേ? 10 പാക്കറ്റ് വിറ്റാല്. ശരിയാണോ? ശരിയാണ്. ഈ മനുഷ്യന്മാരോട് പോയി പറയാൻ പറ്റുമോ? നിങ്ങൾ വാഴ കുറച്ച് സ്ഥലം ഞാൻ തരാം, നിങ്ങൾ വാഴ വെക്കാൻ പറയാൻ പറ്റുമോ? വാഴ വെക്കണം, കുഴി കുത്തണം, കന്ന് വെക്കണം, ചാണകപ്പൊടി ഇടണം, വെള്ളം ഒഴിച്ച് കൊടുക്കണം, ആട് പശു നോക്കണം, താട്ട കുത്തി കൊടുക്കണം, അത് കൊലച്ചങ്ങട്ട് വരുമ്പോൾ മൂത്ത് കഴിഞ്ഞ് വെട്ടിക്കൊണ്ട് അങ്ങാടി കൊണ്ട് കൊടുത്താൽ ഒരു 18-20 റുപ്യ കിട്ടും നേന്ത്രക്കായ്ക്ക് കിലോയ്ക്ക്. ഇതൊന്നും വേണ്ട. ഇതൊരു സെക്കൻഡില് ഓരോ നേന്ത്രക്കൊല കൊലയ്ക്കും കടയിൽ. ഇതൊക്കെ ഓരോ കൊല കൊലച്ച് മൂത്ത് കായായി ടൗണിൽ കൊണ്ട് വിറ്റ് പൈസ പോക്കറ്റ് വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഇതൊന്നും വേണ്ട. ഇതിങ്ങനെ കണ്ണ് കാണിക്കും, ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഒരാൾ പുറകിലോട്ട് ഇങ്ങനെ പോകും, വേറെ ആളും പോകും. അവിടെ നിന്ന് ഇങ്ങനെ സാധനം എടുക്കും, ഇങ്ങനെ കൊടുക്കും. എത്ര കൊടുക്കുന്നത്? 10 പാക്കറ്റൊക്കെ ഇപ്പോൾ കൊടുക്കുകയുള്ളൂ. ഒരു പാക്കറ്റ് ഇപ്പോൾ കൊടുക്കൂല, പോലീസൊക്കെ പിടിക്കണോണ്ട്. 10 പാക്കറ്റേ കൊടുക്കുകയുള്ളൂ. പരിചില്ലാത്തൊക്കെ കൊടുക്കത്തുമില്ല. പരിചില്ലൊക്കെ കൊടുക്കുള്ളൂ. 10 വാങ്ങിക്കോണം. 470 500 റുപ്യ കൊടുക്കണം 10 പാക്കിന്. ഇപ്പം ആകെ ചിലവ് എത്രയാ? എത്രയാ മക്കളെ? 10 പാക്കിന് ആകെ ചിലവ് എത്രയാ? 30 റുപ്യ. എത്ര? 30 റുപ്യ. അപ്പോ കോയമ്പത്തൂരിന്റെ വിലയാ പറഞ്ഞത് 30. ഇവിടെ കൊണ്ടുവരണമെങ്കിൽ 2.5-3 രൂപയൊക്കെ വരും. അപ്പോ ആകെ ആയ ചെലവ് 30. 470 റുപ്യ, 500 റുപ്യ ലാഭം കിട്ടിയിരിക്കണോ? നിർത്തുവോ? നിർത്തൂല. അവിടെയാണ് എന്താണ് ഹാൻസ് എന്ന് തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ നിർത്തും. എന്താ ഹാൻസ്? എന്താ HANS? ഹാൻസ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്ന കേരളത്തിൽ പെരുമ്പാവൂരാണ്. ബംഗാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന, ഭായിമാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സാധനം ഇപ്പം നിർമ്മിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് മെഷീൻ ഇപ്പം എടുത്ത് പിടിച്ചത്. സാധനം എന്താ ശരിക്കും? അതിനെ കവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, കവറുണ്ടോ മോനെ? അതിന്റെ കവർ നോക്കിക്കഴിഞ്ഞാൽ കവറിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് HANS, ഹാൻസ്. ക്യാൻസർ ബാഗ് ആണ് അതിന്റെ യഥാർത്ഥ പേര്, ഞങ്ങൾ പറയും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഷാർട്ടർ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് 5 സുഗന്ധവ്യഞ്ജനങ്ങളുണ്ടെന്ന്. 5 സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട് അതിനകത്ത്. കേൾക്കുന്നുണ്ടോ? 5 സുഗന്ധവ്യഞ്ജനങ്ങളുണ്ടെന്ന്. കണ്ടിട്ടുണ്ടോ? ഹാൻസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. 5 സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട് അതിനകത്ത്. ഗ്രാമ്പു, കറുകപ്പെട്ട, ഏലം, പെരിഞ്ചീരകം, ചുക്ക്. ഒരു ചുക്കൂല്ലേ അതിനകത്ത്? ആകെയുള്ള ചുക്ക് എന്താ ആകെയുള്ള ചുക്ക്? ആർട്ടിഫിഷ്യൽ ടാംകോ ഉപയോഗിക്കുന്നു. എന്താ ആർട്ടിഫിഷ്യൽ ടാംകോ? എന്താണ് ടാംകോ? എന്താ ആർട്ടിഫിഷ്യൽ ടാംകോ? എന്താ? പുളിപ്പർപ്പിളി എന്ന് പറയുന്ന സ്റ്റെറിലൈസിങ് കപ്പാസിറ്റി ഉള്ള സിറിഞ്ച്, ഗ്ലൂക്കോസ് ബോട്ടിൽ, ഫീഡിംഗ് ബോട്ടിലൊക്കെ തിളപ്പിച്ചാൽ ഉരുകി പോകത്തില്ല. ഡയറക്റ്റായിട്ട് ചൂടാക്കി ഉരുകും. ഇത് വ്യാവസായ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് ഒരു മൈക്രോ 7.6 അതൊക്കെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ സാധനം. ആ സാധനം അതിനകത്ത് പുളിപ്പർപ്പിൾ എന്ന് പറയുന്ന മെറ്റീരിയൽ ആഡ് ചെയ്ത്. എന്താ? വാട്ട് ഇസ് മീനിങ് ഓഫ് പുളിപ്പർപ്പിളിൻ? അതായത് നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ്, ബാഗ്, ഷൂ, ഈ സാധനമൊക്കെ അതിന്റെ ബിഗിനിങ് സമയത്ത്, അതിന്റെ പ്രോസസ്സിംഗ് സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്ത്? പൂപ്പൽ വരാതിരിക്കാൻ ചേർക്കുന്ന സാധനമാണ് ഈ പറയുന്ന പാരാനൈട്രോഫിനോൾ. അമ്മമാരൊക്കെ കേട്ടോളൂ, നിങ്ങളൊക്കെ നല്ലൊരു അച്ചാറിടുന്ന അമ്മമാരുണ്ട് ഇവിടെ, സഹോദരിമാരുടെ അച്ചാറ് നല്ലൊരു അച്ചാറിടും. അച്ചാർ എങ്ങനെ ഇട്ടാലും നിങ്ങൾ പറയും, കുട്ടിയോട് പറയും കൈയിട്ടരുത്, കാലിട്ടരുത്, നനഞ്ഞ സ്പൂൺ ഇട്ടരുതൊക്കെ പറയും. കുറെ എടുത്തു വെക്കുന്നത്, പഴകാനൊക്കെ എടുത്തു വെക്കുക അച്ചാർ അല്ലേ? എടുത്തു വെക്കും. പക്ഷെ നിങ്ങൾ എങ്ങനെ എടുത്ത് പുറത്ത് വെച്ചാലും ഈ അച്ചാർ എങ്ങനെയാണെങ്കിൽ അച്ചാർ പൂത്തു പോകും. ഒരു പൊള്ള പാട പൊള്ളു വരും, പൂത്തു പോകും. നിങ്ങൾ കടയപ്പെട്ട് തൂക്കി അച്ചാർ വാങ്ങിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചാൽ കൈയിട്ടാലും കാലിട്ടാലും സാമ്പാറിന് കൈയിട്ടാലും അച്ചാർ പൂക്കുവോ? എന്താ ഇടുന്നുള്ള കാര്യം കേട്ടോളൂ. പോളിപെർപ്പിലിൻ, പാരാനൈട്രോഫിനോൾ. ഈ പാരാനൈട്രോഫിനോൾ എന്ന് പറഞ്ഞാൽ റബ്ബർ കർഷകർ ഉപയോഗിക്കുന്ന സാധനം പൂപ്പൽ വരാതിരിക്കാൻ. ഞാൻ പറഞ്ഞു, ലെതർ, ചെരുപ്പ് ഉൽപ്പന്നങ്ങളുടെ പ്രോസസ്സ് സമയത്ത് ഫാക്ടറിയിൽ വ്യാവസായത്തിൽ ഇറക്കുന്ന സാധനം അതിലുണ്ട്. ഇനി അറിയണമെങ്കിൽ എങ്ങനെ അറിയേണ്ടത്? ഫിലിപ്പമ്പാട് ക്ലാസ് എടുത്ത് അറിയുമെന്ന് വേണമെങ്കിൽ ചില ലോ കാര്യങ്ങൾ അറിയാൻ ഔദ്യോഗികമായിട്ട് സൈറ്റ് ഉണ്ട്. www.national-drug-control-society എന്ന് പറയുന്ന സൈറ്റ് അടിച്ചാൽ അടിയിലേക്ക് വരും. അതിനകത്ത് നമ്മൾ നോക്കണം എന്താണ് ആൻസ് എന്ന് പറയപ്പെടുന്ന സാധനം എവിടെയാണ് പരിശോധിച്ചിട്ടുള്ളത്. നാഷണൽ എക്യുപ്മെന്റ് ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറി ഹൈദരാബാദിൽ ഏക ലബോറട്ടറിയാണ്. അതിനകത്ത് റിസൾട്ട് ഉണ്ട്. അതിന്റെ റിസൾട്ട് 2021 അപ്ഡേറ്റ് ചെയ്ത റിസൾട്ട് വന്നിരിക്കുന്നത് എന്താണ്? ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള 154 പരം ഇതിനകത്ത് വകഭേദങ്ങൾ, പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധനം ഉപയോഗിക്കുന്ന അറിയാമോ? ഹാൻസ് അറിയാമോ? അറിയില്ലല്ലോ. ഇവിടെ ആരും ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ സാധനമൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? കൈക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു കവർ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇടും. എന്നിട്ട് കവർ എടുത്ത് പോക്കറ്റിൽ വെക്കും, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും, ആൾക്കാരെയൊക്കെ നോക്കും. എന്നിട്ട് കയ്യിലിട്ട് സാധനം ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇത് പിടിച്ച് താഴോട്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കും. കണ്ടിട്ടുണ്ടോ?
അങ്ങനെ വെക്കുന്നത് ചില കണ്ടിട്ടുണ്ട്, ചില ബംഗാളിയും കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും. ഈ ടീമുകൾ സിനിമാ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ തുപ്പിക്കൂട്ടി നിറച്ചും തുപ്പിക്കൂട്ടി വെച്ചിട്ടുണ്ടാവും മുന്നിൽ കൂടെ ഒക്കെ. ഇവർ താമസിക്കുന്ന റൂമിന്റെ പുറത്ത് ജനലൊക്കെ വെറും തുപ്പിക്കൂട്ടി വെക്കും. കാര്യം എന്താ? ജലാംശത്തിനെ ഒരിക്കലും ഇത് അടുപ്പിക്കൂല. ഈ ഇതെവിടെയും നിലത്ത് കിടക്കുന്ന ഒരു കവർ കിട്ടിക്കഴിഞ്ഞാൽ വായ്ത്തലൊന്ന് വലുതാക്കിയിട്ടൊന്ന് ഒന്ന് കുലുക്കിയിട്ടൊന്ന് ബാത്റൂമിൽ കൊണ്ടിട്ട് കുടഞ്ഞിട്ട് വെക്കും നിലത്ത്, വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് കഥ കടിച്ച് പുറത്തിറങ്ങി അകത്ത് കയറി നോക്കിക്ക് മുതുകാട് മാജിക് കാണിക്കുന്ന പോലെ ഉണ്ടാവും. മുറിക്കകത്തൊരു തുള്ളി വെള്ളം കാണത്തില്ല ബാത്റൂമിൽ, വെള്ളം മൊത്തം പോയിട്ടുണ്ടാവും. ഞാനത് കോളേജിൽ അടുത്തിറക്കി. ഞങ്ങൾ 3 സെക്ഷനാണ് ക്ലാസ് എടുക്കുന്നത്. ഒന്ന് മധുരം, ചമർപ്പ്, കയ്പ്. മധുരം എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുന്നത് കുറച്ച് ഹൈ റെഡുള്ള കുട്ടികൾക്ക്, PhD ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കാണ് മധുരം സെക്ഷന്. ചമർപ്പ് എന്ന് പറയുന്ന സെക്ഷൻ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹയർ സെക്കൻഡറി തരത്തിലുള്ള കുട്ടികൾക്കും റെസിഡൻഷ്യൽ ഏരിയകൾക്കാണ്. കയ്പ് എന്ന് പറയുന്ന ആദിവാസി മുള്ള ഗോത്രങ്ങൾ ഊരുകളിലും ഇത്തരത്തിലുള്ള പവർ പോയിന്റിന്റെ ബേസിക്കിലാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. 3 സെക്ഷൻ ഞങ്ങൾ എടുക്കുന്നുണ്ട്, A1, A2, A3, 3 സെക്ഷൻ. അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി പറയാം, കോളേജിൽ എടുത്തപ്പോൾ EMA കോളേജിലെ കുട്ടി പറയുകയാണ്, സാറേ മെന്തോള്, പേസ്റ്റ്, ഗ്ലിസറിൻ, അമൃതഞ്ജൻ, പിന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങൾ, ജെല്ലുകൾ, കർപ്പൂരങ്ങളൊക്കെ ഇതേപോലെ നിലത്തിട്ടാലും വെള്ളം പെട്ടെന്ന് അവിടുന്ന് വാനിഷ് ആകും. ആ വാനിഷ് ആകുന്നതിന് പരിമിതി ഉണ്ട് കേട്ടോ, ഒരു പ്രത്യേക സർക്കിളിലെ വെള്ളം ആകത്തുള്ളൂ. പക്ഷെ ഞാനീ പറയുന്ന ആൻസ് എന്ന് പറയുന്ന സാധനം കുടഞ്ഞിട്ട് നിങ്ങൾ ബാത്റൂമിൽ ഇട്ടാൽ ആ ബാത്റൂമിന്റെ മൂലക്കകത്തും മുകളെല്ലോ ഇടങ്ങളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണങ്ങി കിടക്കണ കാണാൻ പറ്റും. ഈ സാധനം എടുത്ത് ഇവിടെ വെക്കണേ, ഇവിടെ ഇതാ വെക്കണേ. അപ്പൊ ഇവിടെ വെച്ചാൽ എന്താ ഉണ്ടാകുക? മൃദുലമായ കോശഭാഗം സമൃദ്ധമായിട്ടുള്ളത് വായുടെ അഗ്രഭാഗങ്ങളിലാണ്. സമൃദ്ധമായിട്ട് ഉമ്മിനീർ ഗ്രന്ഥികൾ സമൃദ്ധമായിട്ട് രുചി കുമിളകളുള്ളത് വായുടെ അഗ്രഭാഗങ്ങളിലാണ്. രുചി കുമിളകൾ സമൃദ്ധമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നമ്മൾ ഈ ഗുളിയൊക്കെ അല്ലേ, ഇംഗ്ലീഷ് മരുന്ന് ഗുളിയൊക്കെ നമ്മൾ എവിടെ വെച്ച് കഴിക്കണേ? ഇവിടെയാണോ? ഇവിടെ ചെന്ന് അറിയും. ഇവിടെ വെച്ച് എന്താ അറിയാ? കയ്പറിയും ഗുളിക അല്ലേ, ഇങ്ങനെ കഴിക്കും. അപ്പൊ എവിടെ നമ്മൾ ഗുളിക വെക്കുക? മാക്സിമം അകത്തേക്ക് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴിക്കും. കാര്യം എന്താ? രുചി കുമിളകളിൽ ടച്ച് ചെയ്ത ഗുളിയാണ്ട് കഴിക്കും. പക്ഷെ ഈ സാധനത്താണ് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ 5-6 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇത് ഒരു നിമിഷം അല്ല, എപ്പോൾ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ചില വെച്ച് ഈ മൊഴയൊക്കെ മാറിയിട്ടുണ്ടാവും, വലിയ പോലെ പൊത്തക്കുഴി പോലെ ആയിട്ടുണ്ടാവും. ചില പുതപ്പ് വെക്കാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഈ പല്ലൊക്കെ മോളിൽ കയറി ഇങ്ങനെ വെള്ളപ്പൂപ്പലുണ്ടാവും. ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ സാധനം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പറഞ്ഞു തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയണ കാര്യം. ഇവിടെ ഇരിക്കുന്നല്ല ഉപയോഗിക്കുന്നല്ല അർത്ഥം. അത് പറയാൻ നമുക്ക് പറ്റിയാൽ ഒരു മനുഷ്യ തിരിച്ചു പിടിക്കാം. ഇനി വേറെ കാര്യം പറഞ്ഞുതരാം. ഈ സാധനം ഉപയോഗിച്ചിട്ട് വരുന്ന അസുഖത്തിന്റെ പേരാണ് സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസിസ് സിൻഡ്രം. സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസിസ് സിൻഡ്രം. മൃദുലമായ കോശഭാഗം ദ്രവിച്ച് കുഴിയും പഴുപ്പും നീരും പശയോടും ദുർഗന്ധത്തോടു കൂടി വരുന്ന അസുഖത്തിന്റെ പേരാണ് സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസിസ് സിൻഡ്രം. ഇപ്പൊ പിടിപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പണ്ടില്ലേ? ഇല്ലായിരുന്നു. പണ്ട് എന്തായിരുന്നു? ഹാൻഡ്സ് ആയിരുന്നു. എന്താ ഹാൻഡ്സ്? പുകലയും ചുണ്ണാമ്പും സിട്രിക് ആസിഡുമായിരുന്നു. ഇന്ന് കിട്ടുന്ന സാധനം കൃത്രിമമാണ്. അതിനകത്തൊക്കെ ഇത്ര കെമിക്കൽ ആഡ് ചെയ്ത് വരുന്നു. കാര്യം എന്താ? പണ്ട് കിട്ടിയ ഹാൻഡ്സ് എന്ന് പറയുന്ന സാധനം ഒരു മാസം കൂടി കടയിൽ വെക്കാൻ പറ്റില്ല. കാര്യം എന്താ? പൂത്തുപോകും, സ്റ്റോക്ക് പോകും, ആരും എടുക്കൂല. ഇപ്പൊ കിട്ടുന്ന ഹാൻഡ്സ് പൂക്കത്തില്ല. കാര്യം എന്താ? കൃത്രിമമായിട്ട് വന്ന എക്സൻസുകളും ഈ പറയുന്ന ഇൻഡസ്ട്രി പർപ്പസുള്ള കെമിക്കലുകൾ ചേർക്കുന്നു. വിൽക്കാൻ അനുമതിയില്ല. കൊണ്ടുവന്ന് ചാക്കി കെട്ടി മാസങ്ങൾ ഇരുന്നാലും പൂത്തു പോകത്തില്ല. എപ്പോഴും കച്ചവടം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ അസുഖം കണ്ടു തുടങ്ങി. എവിടെയാ ഫസ്റ്റ് റിപ്പോർട്ട്? ഇവിടെ വയനാട് ജില്ലയിൽ വൈത്തിരി സ്വദേശി ഗോപാലനാണ്. 23ാമത്തെ വയസ്സിൽ കലാഭമണി മരിക്കുന്നത്. 4 ദിവസം മുമ്പ് മരിച്ചുപോയി. കലാഭമണിയുടെ ട്രൂപ്പിലൊക്കെ പാടുന്ന ആളായിരുന്നു. എന്താ പറ്റിയ? എന്താ രാവിലെ പാടാൻ വേണ്ടിയിട്ട് ഗാനമേള ട്രൂപ്പ് പോകുമ്പോൾ ഇങ്ങനെ പല്ല് വെക്കുക സ്പീഡിൽ. അപ്പൊ നോക്കുക ബ്രഷ് ഇതിലെ തുളച്ച് പുറത്തേക്ക് വന്നു. ബ്രഷ് ഇതിലെ പുറത്തു വന്നു. അതിൽ ബ്രഷ് ഇതിലെ പിടിച്ചിട്ട് വലിച്ചെടുത്തു. ബ്രഷ് കരഞ്ഞു. അമ്മാറിന് കരഞ്ഞു. അതിൽ കൈ ഇങ്ങനെ വെച്ചോട്ട് തള്ളി വെക്കിയപ്പോൾ ഇതിലെ കൈ വിരൽ പുറത്തോട്ട് വന്നു. അങ്ങനെ കൽപ്പറ്റ പ്രാതിനിധ്യത്തിൽ കൊണ്ടുപോയി പരിശോധിച്ചു. ദ വെർട്ടിക്കൽ കളർ റൈറ്റ് ഇൻസൈഡ് ഒരു കളർ ഉണ്ട്. നേരെ റെഫർ ചെയ്തു ഒറിജിനൽ ക്യാൻസറിന്റെ തിരുവനന്തപുരം. പരിശോധിച്ചു. ആ CCTVയുടെ ദൃശ്യമുണ്ട്. ഈ അമ്മയും മകനും വന്നിട്ട് കൗൺസിലും പറയുന്നുണ്ട്, ഇനി സങ്കടപ്പെടേണ്ട, ഏകദേശം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഇനി വിഷമിക്കേണ്ട, അതിന് അതിജീവനം നടത്തണം, നമുക്ക് കൗൺസിൽ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ മോളെ ചോദിച്ചുകൊണ്ട് ഈ അമ്മ ഈ മകനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ തള്ളി കൊണ്ടുപോണ്ട് ഇങ്ങനെ കരഞ്ഞിട്ട് അടിച്ചോണ്ട് കൊണ്ടുപോകുന്നുണ്ട്. മകൻ നിർജ്ജീവ അവസ്ഥയിൽ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം തലകണയ്ക്കകത്തൊന്നും അടുപ്പിൻ്റെ അവിടെ നിന്നും മോളിൽ നിന്നൊക്കെ എൻ്റെ കുഞ്ഞ് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ട് താന്ന് പറഞ്ഞിട്ട് എന്നെ അമ്മനെ നീ തെറി പറഞ്ഞിട്ട് അമ്മ നിന്നെ പ്രാഗിയിട്ടില്ലല്ലോ, എൻ്റെ കുഞ്ഞിന് എന്താ ഇങ്ങനെ പറ്റിയെന്ന് ചോദിച്ചത്. 3 വർഷങ്ങൾക്ക് ശേഷം ഗോപാലൻ മരിച്ചുപോയി. ഗോപാലൻ്റെ വീഡിയോ ഉണ്ട്. www.national ഔദ്യോഗിക സൈറ്റിൽ പബ്ലിക്കേഷൻ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി പ്രസിദ്ധപ്പെടുത്ത വീഡിയോ ആണ്. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും പഴുപ്പ് ഇങ്ങനെ ഒഴുകുമ്പോൾ തുടച്ചുകൊണ്ട് പറയുന്നത്, എനിക്ക് വന്ന ഗതി നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് സുന്ദരനും നല്ല രീതിയിൽ പാട്ട് പാടുന്ന ഗോപാലൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗോപാലൻ എന്നില്ല, അമ്മ ഒന്ന് RCCയിലുണ്ട്, ജനറൽ ക്യാൻസറിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്, അമ്മ സ്വന്തം ജോലി ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുന്നത്,
ഈ പറയുന്ന ഹാൻസ് എന്ന് പറയപ്പെടുന്ന സാധനം ചില്ലറക്കാരനല്ല. ഇത് വിൽപ്പന നടത്തുന്നവന്റെ കുടുംബം എന്തായി തീരുമെന്ന് എനിക്ക് ഒരു വിവരമില്ല. ഇത് വിൽപ്പന നടത്തുന്ന ആളെ ഗതി ആലോചിച്ച് നോക്കി. ആ വിൽപ്പന നടത്തുന്നതിനാണ് ഒരു ഗ്ലാസ് നാരങ്ങ നിങ്ങൾ കുടിച്ച ഞങ്ങളെ ഗതി എന്താവും? നമ്മളെ മക്കളെ ഗതി എന്താവും? സിഗരറ്റ് വലിച്ചു എന്ന് 18 വയസ്സായ അമ്മ ഹൃദയം പൊട്ടി ഊതറ എന്ന് പറയുമ്പോ അമ്മയുടെ ഉറക്കം കഴുത്തിട്ടുണ്ടെങ്കിൽ അത് വിൽപ്പന നടത്തിയവനെ നീ അത് എടുത്തു കൊടുത്തന്റെ പൈസ പെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കണ്ണുനീരിന്റെ ശാപമാണ് നിന്റെ കുടുംബത്തിന്റെ ദുരന്തം. ഫിലിപ്പമ്പാടിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. ആ സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്ന മകനെ പിടിച്ചെടുത്ത് ഊതട, എന്റെ മുഖത്ത് ഊതടാ, ഉപ്പല്ല നിന്നെ അങ്ങനെ വളർത്തിയല്ലേ, നീ സിഗരറ്റ് വലിച്ചില്ലേ, ഉമ്മയുടെ മുഖത്ത് ഊതടാ എന്ന് ഹൃദയം പൊട്ടിയൊരു അമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ വലിക്കാൻ അത് എടുത്ത് കൊടുത്ത് പൈസ വാങ്ങി പെട്ടിലിട്ടവനാണ് എന്റെ ശബ്ദം കേൾക്കുന്ന നീ എങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി. അവിടെയാണ് തിരുത്തലുകൾ വേണം. 18 വയസ്സ് താഴെയുള്ള കുട്ടിക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കില്ല എന്ന ഹൈക്കോടതി സുപ്രീം കോടതിയുടെ വിധിയല്ല അവിടെ എഴുതി ഒട്ടിക്കേണ്ടത്. എന്റെ കടയ്ക്കകത്തും പരിസരത്തും യാതൊരു തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനോ അത് ഞാൻ വിൽക്കുകയില്ല, KT സുലൈമാൻ എന്ന് എഴുതി ബോർഡ് വെക്കണം അവിടെ. അത് അടുത്ത കടക്കാരൻ കാണണം, അവനിൽ ബോധം ഉണ്ടാകണം, മറ്റവനും കാണണം, അവനും ബോധം ഉണ്ടാകണം. അങ്ങനെ കുറെ പേര് ഈ ബോധം വന്ന് കാഞ്ഞിരപ്പള്ളി ഒരു ദേശം മൊത്തം സമ്പൂർണ്ണ ലഹരി വിവിധ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കാൻ ഞാനും മകേഷും പോകാതിരിക്കുക. അവിടെ ഒരു മനുഷ്യന്റെ ബിലീവ് മൈൻഡാണ്, ഒരു മനുഷ്യന്റെ ബിലീവ് മൈൻഡ്. ഇനി അൻഷിത എന്ന് പറഞ്ഞ പൊന്നുമോക്ക് ഉണ്ടായെന്നെന്താ? ഞങ്ങൾ പോയി ഇതേപോലെ ആളിനകത്ത് ക്ലാസ് എടുത്ത് പോയി, വൈകുന്നേരം ഉറക്കം വരുന്നില്ല, അവക്ക് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അൻഷിത കുട്ടി. പേനയെടുത്തു, പേപ്പർ എടുത്തു. പ്രിയപ്പെട്ട ഇക്ക, എന്റെ പേര് അൻഷിത, മാനവ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 സീൽ പഠിക്കുന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല, എന്റെ വീട് വടവരത്ത്, എന്റെ ഉപ്പന സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ഇന്ന് എന്റെ സ്കൂളിൽ ഫിലിപ്പേട്ടർ മകേഷ് ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ കടയിൽ വെക്കണത് ക്യാൻസർ പൊതികളാന്ന്. ഇന്നാ മനസ്സിലായത്. എന്റെ ക്ലാസ്സിൽ പഠിക്കണ വിവേക് പാവമ്മ, അവ നിങ്ങളെ കടയിൽ നിന്ന് സാധനം വാങ്ങി ഉപയോഗിക്കണേ. നിങ്ങൾക്ക് 3 പെൺകുട്ടികളില്ലേ? ദയവ് ചെയ്തിട്ട് എന്റെ കത്ത് വായിച്ച ശേഷം നിങ്ങളുടെ കടയിലെ സകല ലഹരി പദാർത്ഥങ്ങളും, അതായത് ക്യാൻസർ പൊതികൾ എടുത്തുപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്നേഹപൂർവ്വം അൻഷിത സി, മാനവിക സെക്കൻഡറി സ്കൂൾ 10 C, ഒപ്പിട്ട് കുഞ്ഞുമിടിക്ക്. എന്നിട്ടും അവളുടെ ബിലീവ് മൈൻഡ് ഇങ്ങനെ തിളക്കിയ. വീണ്ടും 2 വരി അവൾ എഴുതിയിട്ടുണ്ട്, വലിയതായിട്ട് എഴുതിയേക്കണേ, നല്ല വടിവത്ത അക്ഷരത്തിൽ. പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവരെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്ന് അറിഞ്ഞ ഉപ്പ എന്ന സ്ഥാനത്ത് നിന്നൊരു ചിന്തിക്കുമ്പോൾ സങ്കടം വരുമോ ഇല്ലയോ? മടക്കി ഉറങ്ങിയില്ല, ഒട്ടിച്ചു വെച്ച പൊന്നുമോള് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. കാരണം എന്താ? മൈൻഡ് ബിലീവാണ്. ഉമ്മയോട് പോലും യാത്ര പറയാ നടന്നു, കടയുടെ മുമ്പിൽ ഇങ്ങനെ പോയി ബ്രേക്ക് ഇട്ട് നിന്നു. നാന്നൂറ് കൊടുത്തു. എന്താ മോളെ ചോദിച്ചു. വായിച്ചു നോക്കാൻ പറഞ്ഞു. വായിച്ചു നോക്കുക. ക്ലാസ്സിലേക്ക് പോയി. അവളുടെ ചിന്ത എന്താ? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് ഇത് ഉപയോഗിക്കുന്നുണ്ട്, അവനെ രക്ഷിക്കണം, അവനെനിക്ക് രക്ഷിക്കണം, അവൻ പാവാ. പിന്നെണ്ടാ എന്താ? 2 ദിവസം കട അടഞ്ഞു കിടക്കണു. 3-ാമത്തെ ദിവസം ഉമ്മയോടും ടീച്ചറോടും പറഞ്ഞു, നല്ല തൊട്ടപ്പത്ത് ടീച്ചർ നിൽക്കുന്നുണ്ട്. ഈ മനുഷ്യൻ പറയുകയാണ്, സാറേ എന്റെ കണ്ണ് തുറപ്പിച്ച് പൊന്നുമോളെന്ന്. 5 പ്രാവശ്യം 6 പ്രാവശ്യം എന്നെ പിടിച്ചിട്ടുണ്ട്. നിലമ്പൂർ പോലീസ് കോഡ് പാക്ട് പ്രകാരം പിടിച്ചിട്ടുണ്ട്, ഫൈൻ അടച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം സാറേ, 3 പെൺകുട്ടികളാണ് എന്റെ കടയിൽ സാറേ. 10-20 പേര് അവിടെ വാടകയ്ക്ക് നിൽക്കുന്നുണ്ട്. ഓർക്ക് പലർക്ക് സാധനം കൊടുക്കുമ്പോൾ ഈ സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ കച്ചവടം പോകും സാറേ. അതുകൊണ്ട് അവർക്ക് ഇത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചാണല്ലോ, കുട്ടിയെ കൊടുക്കാൻ കൊണ്ടുവന്നാൽ ആരോ കുട്ടികളെ ഒന്ന് വാങ്ങണ്ടാവും സാറേ. സത്യം ക്ഷമിക്കണം സാറേ, ഇനി ഉണ്ടാവൂല. എന്നെ കണ്ണ് തുറപ്പിച്ചു ഈ പൊന്നുമോളെന്ന്. ആ കത്ത് വാങ്ങി വെച്ചിട്ട് അയാൾക്ക് ഇവിടെ മിണ്ടായിരുന്നില്ല. കാര്യം എന്താ? അടിയിലെ വരി അങ്ങനെയാ. പ്രിയപ്പെട്ട ഇക്കായ്ക്ക് 3 പെൺകുട്ടികളല്ലേ, അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കണേ. അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷൻ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ എന്നാ ചോദിച്ചേക്കണേ. സങ്കടം വരാതിരിക്കുവോ? ഇല്ല. നെഞ്ചു പൊട്ടിയിട്ട് പറയാ, മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, എനിക്ക് ഒരു ബോധ്യം ഉണ്ടാക്കി തന്നെ ഈ പൊന്നുമോളൊന്നും.
5-6 പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടും ഈ വ്യക്തിയിൽ ഒരു തിരുത്തൽ വരുത്താൻ, ഒരു മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ എക്സിക്യൂട്ടീവ് പവറുള്ള ഒരുപക്ഷെ നിയമത്തിന്റെ പിൻബലത്തിലും വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ മൈൻഡ് ബിലീവ് ചെയ്ത ഒരു 14 വയസ്സായ പെൺകുട്ടിക്ക് പേനയും പേപ്പറും എടുത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് മാനസാന്തരത്തിന്റെ വരികളെ ചാലിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മകള് സംഘടിപ്പിച്ച പരിപാടിക്കകത്ത് എത്രയോ അനിശ്ചിതമാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പം കത്തിലൂടെയും പാട്ടിലൂടെയും കവിതയിലൂടെയും പദസമ്പത്ത് ഉപയോഗിച്ചും അപ്പയുടെയും അമ്മയുടെയും മൊബൈൽ ഫോൺ എടുത്ത് അടുക്കളയ്ക്കകത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ഓണാക്കിയിട്ട് ഞാൻ ഇന്ന സ്കൂളിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സുകാരിയെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് നിറഞ്ഞ് ലഹരിയെക്കുറിച്ചും സൈബറിനെ കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആ വീഡിയോ ഒരുപക്ഷെ ഈ ജമാഅത്തിന്റെ നമ്മളെ ഈ മഹലിന്റെ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുമ്പം എത്ര ദേശത്തേക്ക് അത് പകർന്നു വരും. മലപ്പുറത്ത് കിടക്കുന്ന എൻ്റെ ഗ്രൂപ്പിലും വരില്ലേ? അത് വരും. ഞാനും ഷെയർ ചെയ്യൂലേ? ഷെയർ ചെയ്യും. നിങ്ങൾ ആരാകും? നിങ്ങൾ ഹീറോയാകും. ആരാകും? ഹീറോ. സമൂഹത്തിനെ മുൻപിലേക്ക് നയിക്കുന്ന ഹീറോയാണ്. അതല്ലേ ഉത്തരാഖണ്ഡ് സ്വദേശിയായ കൗശലൻ 26 വയസ്സുകാരൻ അങ്ങ് അമേരിക്കയിൽ ഹോസ്റ്റലിൽ ഇന്റർവ്യൂ നടത്തിയപ്പോൾ ചോദിച്ച ചോദ്യം എന്താ? ആൻഡ്രൂസ് എന്നറിയപ്പെടുന്ന പാതി മലയാളി അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇന്റർവ്യൂ നടത്താൻ ഈ വർഷം നമ്മുടെ സ്ഥാപനത്തിലൊക്കെ ഉള്ള 16 ഉദ്യോഗാർത്ഥികളെ എന്നാ പറഞ്ഞത് കേട്ടോ. 16 ഉദ്യോഗാർത്ഥികളെ അവസരം കൊടുത്തു അച്ഛൻ. അമ്മയെ അവസരം കൊടുത്തു. അങ്ങനെ മകന്റെ രീതി എന്താ? മകൻ ചോദിച്ചത്, നിങ്ങളുടെ അക്കാഡമിക് നോളജ് ആവശ്യമില്ല, നിങ്ങളെ സർവകലാശാല പഠനത്തിന് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, ഞങ്ങൾക്ക് വേണ്ടത് എക്സ്പീരിയൻസും എക്സ്പെരിമെന്റുമാണ്. എന്ത് എക്സ്പീരിയൻസ്? എന്ത് എക്സ്പെരിമെന്റ്? സമൂഹത്തിൽ എന്ത് കൊടുത്തു എന്ന എക്സ്പെരിമെന്റ് ആണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തോളമായി ഉത്തരാഖണ്ഡ് സ്വദേശിയായ 26 വയസ്സുകാരാ 10 വർഷക്കാലത്തോളമായി നീ നിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ സമൂഹത്തിന് എന്ത് മെസ്സേജ് കൊടുത്തു? അതറിയേണ്ടത് എൻ്റെ കമ്പനിക്ക്. നാടിന് വേണ്ടി നീ എന്ത് ചെയ്തു? അതാ എൻ്റെ കമ്പനിക്ക് അറിയേണ്ടതാ പറഞ്ഞത്. എന്താ കൊടുത്തെന്ന് ചോദിച്ചത്. അങ്ങനെ നമ്മളോടൊക്കെ ഒരു 10 രൂപ ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് രാത്രി 11-12 മണി വരെ ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ അങ്ങനെ വെറുതെ ഇരിക്കും. വേറെ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റണേ? ഞാൻ എൻ്റെ കുറെ ഫോട്ടോ എടുത്തിടും, ഞാൻ എൻ്റെ കുറെ റീൽസ് എടുത്തിടും. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റണേ? 10ാം ക്ലാസ്സുകാരൻ പറഞ്ഞത് എന്താ? തിരുവനന്തപുരം വെഞ്ഞാറമൂടുകാരൻ 240 പുസ്തകങ്ങൾ കൊടുത്തു. ഒരാൾക്കല്ല, 240 10ാം തരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവന്റെ പുസ്തകത്തെ പൊതിഞ്ഞു വെച്ച് അതിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ക്ലബിലേക്ക് കൊടുത്ത് അടുത്ത വീട്ടിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും 250ഓളം പുസ്തകങ്ങളെ അവന്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ട് അതൊരു കോളനി കൊണ്ട് കൊടുത്തു. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ, ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ 10 കുളങ്ങളെ മാലിന്യ നിർമ്മാർജ്ജനമാക്കി. എങ്ങനെ? കുളം വൃത്തിയാക്കാൻ അവന്റെ പ്രായമുള്ള കുട്ടികളെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി മാതാപിതാക്കളെ കൺസേണോട് കൂടിയിട്ട് മാലിന്യം നിറഞ്ഞു കിടക്കുന്ന, കുപ്പികൾ നിറഞ്ഞു കിടക്കുന്ന, മാംസങ്ങൾ നിറഞ്ഞു കിടക്കുന്ന പുഴുത്ത ഒരു കുളത്തിനെ വൃത്തിയാക്കാൻ അവനും അവന്റെ കൂട്ടുകാർക്ക് സാധിച്ചു. മനോഹരമായ പൂക്കൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ 10 കുളങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. വൈറ്റ് മെലഡി, വയസ്സ് 16. ചിന്ത എവിടെയാ? സമൂഹത്തെ എങ്ങനെ ഉദ്ധരണിലേക്ക് നയിക്കാനുള്ള ബിലീവ് മൈൻഡ്. ഈ ബിലീവ് മൈൻഡ് നമ്മളിലെല്ലാം ഉണ്ടാവും. ബിലീവ് മൈൻഡ്. മകേഷിന്റെ മകൻ 7ാം ക്ലാസ്സിലാണ്. 24 മണിക്കൂർ അവന് ബിലീവ് മൈൻഡാണ്. അച്ഛൻ്റെ കൂടെ ലഹരിക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അവൻ്റെ വരകൾ മുഴുവൻ ലഹരിക്കെതിരെയുള്ളത്. അതിന് രാജ്യം പരമോന്നതമായ APJ അബ്ദുൽ കലാം ബാലപുരസ്കാരം അവനെ തേടിയെത്തി. ബാലരമ അമർചിത്രകഥ പുരസ്കാരം അച്ഛൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. സ്വന്തമായിട്ട് വരയ്ക്കും. വേൾഡ് കപ്പിന്റെ മോഡലൊക്കെ പുള്ളി ഉണ്ടാക്കി സ്വന്തമായിട്ട്. ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി. ഏഷ്യാനെറ്റിന്റെയും അതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി. 7ാം ക്ലാസ് പഠിക്കുന്ന മകൻ. പറഞ്ഞു വരുന്നത്, ഇത് നമ്മൾ എവിടുന്നാ സ്വാംശിക്കണം? ആരും പഠിപ്പിക്കാൻ പാടില്ല. മനസ്സെപ്പോഴും ബിലീവ് ആക്കുക. എൻ്റെ മക്കള് യാത്ര ചെയ്ത് പോകുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോഴൊക്കെ പുതിയ ചിന്തകൾ, പത്രം വായിച്ച ചിന്തകൾ, സ്വാതന്ത്ര്യത്തിന്റെ പത്രങ്ങളൊക്കെ വായിച്ച ചിന്തകൾ ഉണ്ടാവണം. ആ ചിന്തകൾ ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കണം. എന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം വായിക്കണം. ഇങ്ങനെ തുടർച്ചയായിട്ട് വായിക്കണം. ആ വായിക്കുന്ന ഒരു മുറിക്കകത്ത് കയറി കഥ കടച്ചിട്ട് നല്ല ശബ്ദമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ പറയണം. എന്താ പറയണത്? സ്നേഹത്തെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച്, ഈ നാടിന്റെ ദുരന്തമായ ലഹരിയെക്കുറിച്ചൊക്കെ എൻ്റെ മക്കൾ സംസാരിക്കണം. അങ്ങനെ ബിലീവ് മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം.
അതിന് പ്രത്യേക സ്ഥലം വേണ്ട, മൈക്ക് വേണ്ട, വലിയ ആൾക്കൂട്ടങ്ങളൊന്നും വേണ്ട. യൂസഫ് മലാല എന്ന പെൺകുഞ്ഞ് വീട്ടിനകത്തിരുന്നു കൊണ്ട് അംഗരക്ഷകരുടെ അനുമതിയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത 19 വയസ്സുകാരി നൊബേൽ പുരസ്കാരം വാങ്ങി ലോകത്തിന് നിയന്ത്രിക്കുന്നുണ്ട് അവള്. ഈ പറയുന്ന 2 ഇഞ്ച് വീതി 4 ഇഞ്ച് നീളമുള്ള ഈ ഇലക്ട്രോണിക്സ് ഡിവൈസ് വഴി. ചെറുതല്ല, ഇവൻ ചെറിയൊരു കാര്യമല്ല, ഇവന് വലിയൊരു കാര്യമാണ്. നിങ്ങൾ ഉറക്കം കെടുത്തിട്ടുണ്ടെങ്കിൽ അതേത് ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഏതാ? ഇവൻ. നിങ്ങളുടെ ഹൃദയത്തിനെ ഇങ്ങനെ കുത്തിപ്പറിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരെ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാ ചോദിച്ചാൽ ആരാ? ഇവനാ. വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചതിന് പിന്നിലും ആരാ? ഇവനാ. ആര് കാണുന്നത് വിചാരിച്ചത് മുഴുവൻ അവന്റെ നയനസുഖത്തിനായി എറിഞ്ഞു കൊടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിനെ ബ്ലെയിം ചെയ്യുന്നു. ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കുന്ന പറഞ്ഞ പിന്നിലെല്ലാം ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസിന് സാന്നിധ്യമുണ്ട്. ഏതാ? ഇവനാ. അപ്പൊ അതുകൊണ്ട് ഇത് ചില്ലറക്കാരനല്ല, സൂക്ഷിച്ച നല്ലവനാ.